ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ പരിപാടി ഒരുപാട് ക്ലോത്ത് ഉണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കാത്ത. 4-5 വർഷമായി ഞാൻ UAE വന്നിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന ക്ലോത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഉപയോഗിക്കാതെ അവിടെ ഇങ്ങനെ അലമാരിയിൽ ഇങ്ങനെ വെക്കലാട്ടെ. എല്ലാ വർഷവും അത് എടുക്കും, മടക്കി വെക്കും അങ്ങനെ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ച് എന്തായാലും വേണ്ടില്ല, ഫുള്ള് ഒഴിവാക്കാന്ന്. എന്തായാലും നമ്മൾ ഇങ്ങനെ പുതിയത് ഇങ്ങനെ വാങ്ങണം. അപ്പോൾ ഈ പഴയതായതൊന്നും നമ്മൾ എടുക്കൂല. അത് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ബാഗ് എല്ലാ സാധനം ഉണ്ടോ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സഫൻ്റെ വേറെ ഉണ്ട്. സഫൻ്റെ എല്ലാ വർഷവും ഞാൻ സഫൻ്റെവും ബിനു ഉണ്ടായിരുന്നു, ബിനുവിൻ്റെ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കുറേ ഉണ്ട് കേട്ടോ, കണ്ടമാനുണ്ട്. ഞാൻ നാട്ടിൽ നിന്നൊന്നും കൊടുക്കുന്നത് ഉപയോഗിക്കാത്തത് നല്ല ഡ്രസ്സുകളാണ്. ഒക്കെ കുറച്ച് മാസങ്ങളിട്ട് മാത്രം എടുത്ത് വെച്ചത്. കാരണം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയതിന് ശേഷം, മോനുണ്ടായതിന് ശേഷം ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഡ്രസ്സ്, അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വിചാരിച്ചു. ചില ഡ്രസ്സ് കാണുമ്പോൾ നമുക്കൊരു ഫീലിങ്സ് ആണ്. എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് അങ്ങനത്തെ കുറേ ഡ്രസ്സ് ഉണ്ട്, അതൊന്നും എനിക്ക് കളയാൻ തോന്നില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റിലെ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ കളയാൻ തോന്നാത്ത, അങ്ങനത്തെ ഞാൻ എടുത്ത് വെച്ചു. ബാക്കി കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇപ്പം എന്താണെന്നാവുക, മോൻ്റെ ഫീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആദ്യത്തെ ആ ഒരു സൈസിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായാലും ഞാൻ എൻ്റെ ആദ്യത്തെ ഡ്രസ്സുകൾ ഒരു 3-4 വർഷം മുമ്പത്തെ ഡ്രസ്സ് എങ്ങനെ ഇട്ടാലും എനിക്കത് ഫിറ്റ് ആവണില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയണില്ല. മെലിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു സൈസ് ആവണം. പിന്നെ നമ്മളിത് എടുത്തു വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തായാലും നമ്മൾ ഓരോ വർഷം നമ്മൾ പുതിയ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട്. ഇവിടെ അടുത്തടുത്ത് കുറേ ഡൊണേഷൻ ബോക്സുകളുണ്ട് ഓരോ ഏരിയയിൽ. അപ്പോൾ ഞാൻ അതിൽ ഡിസ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ടോ, ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ അള്ളാനോട് വചനെ പറയേണ്ടി വരും ഇങ്ങനെ ഡ്രസ്സ് എടുക്കണമെന്ന്. കാരണം ഓല് ജീവിച്ചിരുന്ന കാലത്തൊന്നും 2 ഡ്രസ്സും കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മളെ ജനറേഷൻ ആയപ്പോൾ തന്നെ നമ്മൾ ഈ കല്യാണത്തിന്, കോളേജ് പരിപാടിക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. നമുക്കൊരു വട്ടത്തെ ഡ്രസ്സ് പിന്നെ ഒരു അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ പോലെ. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും നേരെ തിരിച്ചാൽ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഡ്രസ്സ് എടുക്കുക. അപ്പോൾ അതാണ് കാലം എന്ന് പറയും. അങ്ങനെ പോണ വയ്ക്കാൻ ലോണ്ടറി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും അലക്കാൻ പറ്റാത്ത വലിയ ബ്ലാങ്കറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ കൊടുത്തു. ഇവിടെ പിന്നെ ഡൊണേഷൻ അല്ലാതെ തന്നെ നമുക്ക് നമ്മൾ ക്ലോത്ത്, ഷൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഞാനത് പ്രൊമോട്ട് ചെയ്യണില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കാത്തത്. അവരെന്നെ നമ്മളെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തിട്ട് സാധനം കൊണ്ടുപോവുകയൊക്കെ ചെയ്യും കേട്ടോ. തൂക്കത്തിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അത് 10, 20, 30 കിട്ടും. പക്ഷെ നമുക്ക് അതിലേറെ ഏറ്റവും ബെനിഫിറ്റ് ഈ ഡൊണേഷൻ ബോക്സിൽ ഇടുകയാണ്. അതാവുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാവുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡൊണേഷൻ ബോക്സിൽ ഇടുന്നത്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ യൂസ്ഡ് ക്ലോത്തിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ അടുത്തില്ല തന്നെ. ഞാൻ അതിലൊന്നും ഇടാത്ത എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ മനസ്സിലെന്താണ് ഉദ്ദേശം, അത് ചാരിറ്റി ബോക്സിലാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആർക്ക് കൊടുക്കുകയാണെങ്കിലും ഓരോ ഉപയോഗം തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണം. അവർക്ക് വന്നുകൊണ്ട് പിന്നെ നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല. ഞാൻ പെട്ടെന്ന് നമ്മൾ ഓരോ ഏരിയയിലും ഓരോ ഡൊണേഷൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പരിപാടി വേഗം കഴിയും. ഇൻഷാ അല്ലാ. ഇതുപോലെ അതിൻ്റെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അവനക്ക് ഇപ്പോൾ സൈസ് കുറഞ്ഞതും ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നതും അങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്ക് ഡൊണേഷൻ ബോക്സിൽ കൊടുത്തിട്ട് കേട്ടോ.